ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ സ്റ്റേഷനിലെത്തിയ നമ്മുടെ ഉണ്ണിമോളും അയ്യപ്പസ്വാമിയും അതുപോലെ തന്നെ വാവയും കൂടി ആ ഒരു പോലീസ് ഓഫീസറോട് സംസാരിക്കുകയാണ്. അപ്പം ഇതിനിടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു സാറേ. ആ ഒരു വൈഡൂര്യനാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തിരിമറികളൊക്കെ നടന്നു. എങ്ങനെയാണ് വൈഡൂര്യനാഗം ഇവരുടെ പക്കൽ എത്തിയത് എന്നുള്ള കാര്യം സാറിന് ഈ ഒരു നാഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞതും സാറിന്റെ തൊപ്പിയിരുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ ഒരു നാഗം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ഈ നാഗത്തെ കണ്ടതും പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസുകാർ ഭയക്കുകയാണ് കേട്ടോ. പോലീസുകാർക്ക് ശരിക്കും പേടിയായി. ഈ നാഗം എന്ത് ചെയ്യുമെന്ന് അതേ ചെറുക്ക, നീ ചുമ്മാ നിന്റെ മാജിക്കൊക്കെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കല്ലേ എന്നും പറഞ്ഞ് ആ ഒരു പോലീസുകാർ ചൂടാകുകയാണ്. അപ്പൊ പോലീസുകാരിയോട് ഗിരിദേവൻ പറയുന്നുണ്ട്, ദേ സാറേ, സാറിന്റെ ഫോണിലേക്ക് ഇപ്പൊ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ആ തെളിവുകൾ സാറ് കണ്ടു നോക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ സാറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. അതുകൊണ്ട് സാറിന്റെ ഇപ്പൊ എടുത്തിട്ടുള്ള ആ ഒരു വൈകാര്യമായിട്ടുള്ള തീരുമാനം അത് മാറ്റിയിരിക്കുമെന്നുള്ള കാര്യമൊക്കെ ഗിരിദേവൻ പറയുകയാണ്. സാറാണെങ്കിലോ ഈ സമയത്ത് വന്ന വീഡിയോ ഒക്കെ എടുത്തു നോക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ മിനിയും അനുപമയും ഒക്കെ കൂടെ വൈഡൂര്യനാഗം കുഴിച്ചിട്ടതും അത് തിരികെ എടുക്കുന്ന സമയത്ത് അത് അപ്രത്യക്ഷമായതും പിന്നെ ആ കുട്ടികൾക്കാണെങ്കിലോ ആ ഒരു കലശലത്തിൽ നിന്നും ഈ ഒരു വൈഡൂര്യനാഗം കിട്ടുന്ന കാര്യമൊക്കെയാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ആ ഒരു കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ വൈഡൂര്യനാഗമാണ് നമ്മുടെ ഉണ്ണിമോൾ ഇടിയിട്ട് മേടിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പൊ വൈഡൂര്യനാഗത്തിന് കാവൽ നിൽക്കുന്ന ആ ഒരു നാഗങ്ങൾ തന്നെയാണ് ഈ സത്യങ്ങളെല്ലാം സാറിനെ കാണിച്ചു തന്നത്. അതുകൊണ്ട് സാറ് ഈശ്വരനിൽ കൂടി വിശ്വസിക്കണം എന്നുള്ള കാര്യം ഗിരിദേവൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി ഈ ഭൂമിയിലുണ്ട് എന്നുള്ള കാര്യം സാറ് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു തെളിവ് സാറിന് മുന്നിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഗിരിദേവൻ പറയുകയാണ്. അപ്പൊ സാറാണെങ്കിലും മൊത്തത്തിൽ വണ്ടറടിച്ച് നിൽക്കാനാണെങ്കിലോ ഒരു ഫാന്റസി കഥയൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ദൈവമേ, ഇത് എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? ഒരു പാമ്പ് വന്നതാ ഇപ്പൊ ഇതെല്ലാം വീഡിയോ എടുത്ത് വെച്ച് എന്നെ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ ഞാൻ ഇതൊക്കെ കണ്ടു. ഇതിലേത് ഞാൻ വിശ്വസിക്കും? ഇപ്പൊ നേരിൽ കണ്ടതാണോ എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്? അപ്പൊ ഗിരിദേവൻ ആ ഒരു കാര്യം അങ്ങ് അവതരിപ്പിക്കുകയാണ്. അതെ സാറേ, ഈ തെറ്റ് ചെയ്തവര് തന്നെയാണ് സാറിന് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു കുഞ്ഞുങ്ങളെ വിചാരിച്ചെങ്കിലും സാറ് ഇത്തവണ ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്നുള്ള കാര്യം പറയാണ്. അത് മാത്രമല്ല സാറേ, ഇനിയിപ്പൊ തൊണ്ടി മുതലായിട്ട് പിടിച്ചിരിക്കുന്ന വൈഡൂര്യനാഗമാണെങ്കിലോ അത് സ്റ്റേഷനിൽ എത്തിച്ച് ആ ഒരു തെളിവും കാര്യങ്ങളും എല്ലാം വിചാരണയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അത് ഉടമസ്ഥന്റെ അടുത്ത് എത്താനായിട്ട് ഒരുപാട് വൈകും. അങ്ങനെ ഒരു കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരിക്കലും ശുഭകരമായിരിക്കില്ല. ഇപ്പൊ തന്നെ സാറ് കണ്ടല്ലോ, വൈഡൂര്യനാഗത്തിന് കാവലായിട്ടിരിക്കുന്ന ആ ഒരു നാഗൻ തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട സാറിന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കേസ് അത് ഒതുക്കി തീർത്ത് സാറിന്റെ രീതിയിൽ നീതിപരമായിട്ട് ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളണമെന്ന് പറയുകയാണ്. അപ്പൊ സാറാണെങ്കിലും മനസ്സിരുത്തി ഇങ്ങനെ ആലോചിക്കുകയാണ്. അല്ലടാ, അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. പരാതി കൊടുത്ത ആ ഒരു അമ്മ, പരാതി കൊടുത്ത അനസൂയയും അതുപോലെ തന്നെ മുത്തശ്ശിയും ഒക്കെ ഈ പരാതി പിൻവലിച്ചാലല്ലേ ഇവർക്ക് കേസില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഇവരെയൊക്കെ വെറുതെ വിടാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള മാർഗം എന്താണ് എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അവർക്കാർക്കും പരാതിയില്ല എന്നുള്ള ആ ഒരു രേഖാമൂലമുള്ള ആ ഒരു പേപ്പർ അതവിടെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മൂവർ സംഘത്തെ വിട്ടയക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തട്ടി ജയിലിലിടേണ്ട ടീമുകളാണ്. എന്തായാലും 3 പേരും ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എന്നാ കന്നന്തിരിവാണാവോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഉണ്ണിമോൾക്കുള്ള പണി തന്നെയാണ്. അപ്പൊ ഗിരിദേവൻ അറിയാം, എന്നാൽ കൂടിയും മുത്തശ്ശിയുടെ സങ്കടമൊന്നും ഗിരിദേവന് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഗിരിദേവനാണെങ്കിൽ മുൻകൈ എടുത്തുകൊണ്ട് ഈ 3 സർപ്പങ്ങളെയും കൂടി ഇപ്പൊ റിലീസാക്കിയിരിക്കുന്നത്. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കിനോ ഗിരിദേവന് വലിയ നന്ദിയൊക്കെ പറയാണ് കേട്ടോ. മിനിയും ജയനും അനുപമയും ഒക്കെ കൂടി ഒരുപാട് നന്ദിയുണ്ട് ഗിരിദേവ. അതിനപ്പുറം നന്ദിയുണ്ട് ഉണ്ണിമോളോടും അതുപോലെ തന്നെ അമ്മയോടും ഒക്കെ. അമ്മയ്ക്കാണെങ്കിലോ വെറും വിഷം അടിക്കുന്ന കാട്ടുപന്നിക്കൊക്കെ കൊടുക്കുന്ന വിഷമാണ്. ആ ഒരു വിഷമാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തത്. അത്രയും വലിയ മഹാപാതകം ചെയ്ത എന്നെയാണ് എൻ്റെ അമ്മ ഇന്ന് ക്ഷമിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കണ്ട് നേരിൽ കണ്ട് മാപ്പ് പറയണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇവർ വീട്ടിലേക്ക് പുറപ്പെടുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത്
കുഞ്ഞുങ്ങളെയാണ്. അപ്പം അഖിലുമോനും അതുപോലെ തന്നെ ആതിരമോളും കൂടി ക്ഷേത്രത്തിൽ പോയായിരുന്നല്ലോ. അപ്പൊ അവര് ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി സ്വന്തം എന്ന് പറയാനായിട്ട് ആരും തന്നെ ഇല്ല ഭഗവാനെ. ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ ജയിലിലായി. ഭഗവാൻ എന്തെങ്കിലും ചെയ്ത് അവരെ ഇറക്കിക്കൊണ്ട് വരണം എന്നുള്ള ആ ഒരു അപേക്ഷയാണ്. അപ്പം ആ ഒരു അപേക്ഷ ഭഗവാൻ ഇവിടെ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ ഇപ്പൊ ഇറക്കി കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥ വരെ എത്തിച്ചത്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് കുട്ടികൾ മടങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഉണ്ണിമോളും വാവയും ഗിരിദേവനും കൂടി അങ്ങ് വരികയാണ്. വന്നിട്ട് പിള്ളേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനും അമ്മയും കുറച്ച് സമയത്തിനകം നിങ്ങളുടെ വീടുകളിൽ എത്തൂട്ടോ, നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് ആതിരയെയും അഖിലിനെയും ഒക്കെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ പിള്ളേര് ഹാപ്പിയായി കേട്ടോ. അങ്ങനെ നേരെ അവര് ചെല്ലുന്നത് നമ്മുടെ മുത്തശ്ശിയുടെ മുന്നിലേക്കാണ്. മുത്തശ്ശിയുടെ മുന്നിലെത്തിയതും ഉണ്ണിമോള് പറയുന്നുണ്ട്, മുത്തശ്ശി ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ വെറുതെ വിട്ടു, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരെ എല്ലാം വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ദാ ആ ഒരു സാറ് എന്റെ കൈവശം വൈഡൂര്യനാഗം തന്നു വിട്ടിട്ടുണ്ട്, അമ്മ ഇങ്ങ് നീങ്ങി നിക്ക്, ഞാനിത് അമ്മയുടെ കയ്യിലേക്ക് വെച്ച് തരാമെന്നും പറഞ്ഞ് ഉണ്ണിമോളാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന വൈഡൂര്യനാഗം അനസൂയയെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിൽ ഗിരിദേവനും വിനോദും അതുപോലെ വാവയും മുത്തശ്ശിയും ഒക്കെ പറ്റേ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന അനസൂയയുടെ ആ ഒരു മുതല് അത് അനസൂയക്ക് തിരികെ ലഭിച്ചത് കൊണ്ട് തന്നെ അനസൂയക്കാണെങ്കിലോ നമ്മുടെ ഉണ്ണിമോളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. ഉണ്ണിമോളെ ഒരു കാലത്ത് ഒരുപാട് ദ്രോഹിക്കാനായിട്ട് നമ്മുടെ അനസൂയയും കാരണക്കാരിയായിട്ടുണ്ടല്ലോ. ആ അനസൂയ ഇത്രയും കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ മുത്തശ്ശിയോട് ഉണ്ണിമോള് പറയുന്നുണ്ട്, മുത്തശ്ശി ഞങ്ങൾ പോയ വഴി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചെന്ന് മുത്തശ്ശിക്ക് അറിയാവോ? ദാ ഞാൻ കാരണം ആ ഒരു ദേവീ ക്ഷേത്രത്തിലെ ദേവിക്ക് ഒരുപാട് കാലമായിട്ട് ആ ദേവി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമായിരുന്നു. ആ അമ്മയുടെ ആ ഒരു വിശപ്പൊക്കെ മാറ്റിക്കൊടുത്തത് ഞാനാണ്. അമ്മയുടെ പൈതാഹങ്ങളൊക്കെ അകറ്റിയത് കൊണ്ട് തന്നെ ആ ദേവി എനിക്ക് വലിയ അനുഗ്രഹമൊക്കെ തന്നു. എൻ്റെ ആ ഒരു ദാരിദ്ര്യ യോഗമൊക്കെ മാറ്റിത്തരുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ, ഈശ്വര ഞാനിപ്പോ സന്തോഷിക്കുവാണോ അതോ സങ്കടപ്പെടുവാണോ വേണ്ടത്? ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണോ ഉണ്ണിമോളെ നീ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മുത്തശ്ശിയാണെങ്കിൽ, ഇതെല്ലാം സത്യമാണോ ഗിരിദേവാന്ന് ചോദിക്കുമ്പം നമ്മുടെ വാവയാണ് മറുപടി പറയുന്നത്, സത്യം തന്നെയാണ് മുത്തശ്ശി, ഉണ്ണിമോളുടെ ദാരിദ്ര്യ യോഗം ഒക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ഭഗവാനും സാക്ഷാൽ അന്നപൂർണ ദേവിയുടെയും ആ ഒരു അനുഗ്രഹം ഉണ്ണിമോൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ താരമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കാരണക്കാരനായതും സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യവും ഇവര് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വളരെ സന്തോഷിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും അനസൂയ ആണെങ്കിലോ തന്റെ കുഞ്ഞിനോട് ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുകയാണ്. ഉണ്ണിമോളെ വിഷമിപ്പിച്ചതിനും അമ്മയോട് താൻ ചെയ്തു പോയ തെറ്റുകൾക്കും എല്ലാം അനസൂയ അമ്മയുടെ മുന്നിലും മാപ്പപേക്ഷിക്കുകയാണ്. അപ്പം അത്തരത്തില് നല്ല അവരെല്ലാരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മാളികപ്പുറത്തിന്റെ നാളത്തെ പ്രൊമോ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അപ്പം രാവിലെ ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാത്തത്. അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക. എന്തായാലും ഞാൻ വൈകുന്നേരം എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സഹകരിക്കണം. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്